അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ജമ്മുൽ ജവാമീൻ്റെ 35-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് തുടർന്നുകൊണ്ട് പറയുന്നു, വൽ അസഹു ലൈസ മുകല്ലഫൻ ബിഹി വകദൽ മുബാഹു വമിൻ തമ്മ കാന തക്ലീഫ് ഇൽസാമ മാ ഫീഹി കുൽഫത്തുൻ. വൽ അസഹു അസഹുള്ളത്, ലൈസ അതല്ല, അൽ മന്ദൂബ് അതായത് മന്ദൂബല്ല, മുകല്ലഫൻ ബിഹി മുക്കല്ലഫും ബി അല്ല. അതുകൊണ്ട് തക്ലീഫ് ചെയ്യപ്പെടുന്നത് എന്ന് പറയില്ല, മുക്കല്ലഫും ബിഹി എന്ന് പറയില്ല. വകദൽ മുബാഹു, ഇതേ പ്രകാരം മുബാഹു. അയ്യൽ അസഹു ലൈസ മുക്കല്ലഫും ബിഹി, അസഹുള്ളത് ഈ മുബാഹും എന്തല്ല, മുക്കല്ലഫും ബിഹി അല്ല. അപ്പോൾ മുക്കല്ലഫും ബിഹി അല്ല എന്ന് പറയാൻ കാരണം പറയുന്നുണ്ട്. വമിൻ തമ്മ, ഈ കാരണത്തിന് വേണ്ടി, ഐ മിൻഹുന ഇവിടെ നിന്ന്, വഹുവ അത്, അന്നൽ മന്ദൂബ് ലൈസ മുക്കല്ലഫൻ ബിഹി, മന്ദൂബ് മുക്കല്ലഫൻ ബിഹി അല്ല എന്ന കാരണത്തിന് വേണ്ടി, ഐ മിൻ അജ്രി ദാലിക, ആ കാരണത്തിന് വേണ്ടി ആ മന്ദൂബ് എന്തല്ല, മുക്കല്ലഫൻ ബിഹി അല്ല. മന്ദൂബ് പോലെ തന്നെയാണ് മക്രൂഹ്, മക്രൂഹും എന്തല്ല, മുക്കല്ലഫൻ ബിഹി അല്ല. അത് ഷാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട് മക്രൂഹിനെ പറ്റി. ഈ കാരണത്തിന് വേണ്ടി കാന തക്ലീഫു, തക്ലീഫായി ഇൽസാമ മാഫീഹി കുൽഫത്തുന്ന, ഇൽസാമ മാഫീഹി കുൽഫത്തുൻ, പ്രയാസമുള്ള ഒരു കാര്യത്തെ നിർബന്ധിക്കലായി. അപ്പം ഇൽസാമ മാ, ഒരു കാര്യത്തെ നിർബന്ധിക്കാന്ന തക്ലീഫ് എന്ന് പറഞ്ഞാൽ, ഫീഹി ആ ഒരു കാര്യത്തിലുണ്ട് കുൽഫത്തുണ്ട്. അതെന്തിനാൽ, മീൻ ഫീലിൻ ഔ തർക്കിൻ, ആ ഒരു കാര്യം ഫീലിനാലോ തർക്കിനാലോ, അത് വാജിബാകുമ്പോൾ ഫീലായിരിക്കും, ഹറാമാകുമ്പോൾ തർക്കായിരിക്കും. അപ്പം തക്ലീഫ് എന്ന് പറഞ്ഞാൽ അതിൽ കുൽഫത്ത് ഉണ്ടായിരിക്കണം, പ്രയാസം ഉണ്ടായിരിക്കും വേണം, പിന്നെ ഇൽസാമുണ്ടാകണം. ഇൽസാം എന്ന് പറഞ്ഞാൽ വെറും ഒരു തലബുണ്ടായാൽ പോരാ. ഇപ്പം മന്ദൂബിലും മക്രൂഹിലും ഒക്കെ എന്തുണ്ട്, തൊലബുണ്ട്. തൊലബുണ്ടായാൽ പോരാ തക്ലീഫിന്, അത് ഇൽസാമായിരിക്കണം, ഒരു ജാസിമായ തലബായിരിക്കണം. അതാ പറഞ്ഞില്ല തൊലബഹൂൻ. എന്ത് പോരാ, കുൽഫത്തുള്ള ഒരു കാര്യത്തെ തൊലബ് ചെയ്യൽ പോരാ, അതല്ല തക്ലീഫ് എന്ന് പറഞ്ഞാൽ. തൊലബല്ല, ഇൽസാം ഉണ്ടായിരിക്കണം എന്ന കാരണത്തിന് വേണ്ടി. അപ്പം തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഇൽസാം ഉണ്ടായാലേ തക്ലീഫാവുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, മന്ദൂബും മുബാഹും മക്രൂഹും ഒന്നും എന്തല്ല, മുക്കല്ലഫു ബിഹി അല്ല എന്ന് പറയാൻ കാരണം. ഇവിടെ ഇബാറത്ത്, ഈ ശൈലി സാധാരണ പറയുമ്പോൾ അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ തക്ലീഫ് എന്താണ്, തക്ലീഫ് ഇൽസാമായതുകൊണ്ട് മന്ദൂബും മുബാഹു ഒന്നും മുക്കല്ലഫു ബിഹി അല്ല എന്നാ പറയേണ്ടത് എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം തക്ലീഫ് എന്താണ്, ഇൽസാമായതുകൊണ്ട് ഈ മുബാഹിലും മന്ദൂബിലും മക്രൂഹിലും ഒന്നും ഇൽസാമില്ല. അതുകൊണ്ട് മന്ദൂബും മുബാഹു എന്നെന്തല്ല, മുക്കല്ലഫു ബിഹി അല്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്താ, തല തിരിച്ചാണല്ലോ പറഞ്ഞത് എന്നൊരു സംശയമുണ്ടോ? അത് ചിലർ മറുപടി പറയുന്നുണ്ട്, തക്ലീഫ് എന്ന് പറഞ്ഞാൽ തക്ലീഫിൻ്റെ അർത്ഥം, ആ തക്ലീഫിൻ്റെ അർത്ഥം അനുസരിച്ച് മുക്കല്ലഫിൻ്റെ അർത്ഥം വ്യത്യാസം വരും. എന്നതുപോലെ തന്നെ മുക്കല്ലഫിൻ്റെ അർത്ഥം അനുസരിച്ച് തക്ലീഫിൻ്റെ അർത്ഥം വ്യത്യാസം വരും. മുക്കല്ലഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ച് തക്ലീഫിന് വ്യത്യാസം, തക്ലീഫിൻ്റെ മാനയിൽ വ്യത്യാസം വരും, അതിൻ്റെ നിർവചനത്തിലൊക്കെ വ്യത്യാസം വരും. തക്ലീഫിൻ്റെ മാന വ്യത്യാസം വരുന്നതനുസരിച്ച് മുക്കല്ലഫിലും വ്യത്യാസം വരും, മുക്കല്ലഫ് ബിയിലും വ്യത്യാസം വരും. അപ്പോൾ തക്ലീഫ് കൊണ്ടുണ്ടായിത്തീരുന്നതാണല്ലോ മുക്കല്ലഫ് ബി. അപ്പം ഇവിടെ രണ്ടും മുത്തലാസിമാണ്. ആ നിലയ്ക്ക് ഈ ശൈലി സ്വീകരിച്ചതിൽ എന്തില്ല, ഈ ശൈലി മുസന്നിഫ് റഹിമഹുല്ലാഹ് സ്വീകരിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വമിൻ തമ്മ, ഈ കാരണത്തിന് വേണ്ടി മനസ്സിലായി എന്നുള്ള അർത്ഥം, ഉലിമ എന്നുള്ള അർത്ഥം, അറിയപ്പെട്ട എന്ത്,
തക്ലീഫ് ഇൽസാമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഉസൂലിൻ്റെ ഉലമാവിൻ്റെ ഇടയിലുള്ള ചർച്ച മന്ദൂബ് എന്താണോ മുക്കല്ലഫ് ബിയാണോ അല്ലേ എന്നുള്ള അസാലത്തം ചർച്ച ഉള്ളത്. അപ്പോൾ അതിന് മനസ്സിലാകുകയാണ് തക്ലീഫിൻ്റെ മാന, തക്ലീഫിൻ്റെ താരീഫ് അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അമീൻ തമ്മ ഈ കാരണത്തിന് വേണ്ടി ഈ കാന തക്ലീഫ് ഇൽസാം മാഫി കുൽഫത്താണ് എന്ന് മനസ്സിലായി. ലാ തലബു തലബല്ല എന്നും ചിലർ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ സംശയത്തിന്. ഐ തലബ മാഫിഹി കുൽഫത്തുൻ, കുൽഫത്തുള്ള ഒന്നിനെ തേടുക. അല്ല വജീഹിൽ ഇൽസാം യൗല, അത് ഇൽസാമിൻ്റെ നിലക്കാവട്ടെ അല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇൽസാം ഉണ്ടായിക്കൊള്ളുന്നില്ല, തൊലബുണ്ടായാൽ മതി. അപ്പോൾ ജാസിമായ തലബും പെട്ട് ജാസിമല്ലാത്ത തലബും പെട്ട് മന്ദൂബും മക്രൂഹൊക്കെ പെട്ട്. അതല്ല ഇവിടെ ഉദ്ദേശം. തലബല്ല തക്ലീഫിൻ്റെ അർത്ഥം. ഖിലാഫലിൽ ഖാദി, ഖാദിയാർ പറഞ്ഞ തലബാണെന്ന. ഖാദി അബൂബക്കർ ബാക്കില്ലാനി റഹ്മത്തുള്ളാഹിക്കെതിരായിട്ട് ഞാൻ പറയുന്നു. അവർ പറയുന്നത് തക്ലീഫ് എന്ന് പറഞ്ഞ തലബാണെന്ന. ഫി ഖൗലിഹി, അവരുടെ വാക്കിൽ. ബി താനി, അവർ താനിയ പറയുന്നത്. താനി എന്ന് പറഞ്ഞാൽ തൊലബാണ്. ഫഇൻദഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അൽ മന്ദൂബു അൽ മക്രൂഹു, മന്ദൂബും മക്രൂഹും ബിൽ മാന ഷാമിലി ഖിലാഫിൽ ഔലാൻ, എങ്ങനെയുള്ള മക്രൂഹ്? അത് ഖിലാഫുൽ ഔലയെ കൂടി ഉൾക്കൊള്ളിക്കുന്ന. നേരത്തെ പറഞ്ഞ മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞ മക്രൂഹില്ലേ, മക്രൂഹ് രണ്ട് തരണ്ട്. ഒന്ന് ഷദീദായ മക്രൂഹ്, ഖഫീഫായ മക്രൂഹ് എന്നൊക്കെ പറയുന്നത്. ആ ഖിലാഫുൽ ഔലയെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ആ മക്രൂഹും അദ്ദേഹത്തിൻ്റെ അടുക്കൽ മുക്കല്ലഫും ബിഹിമ, അത് രണ്ടും മുക്കല്ലഫ് ബിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കൽ മന്ദൂബും മുക്കല്ലഫ് ബിയാണ്, മക്രൂഹും മുക്കല്ലഫ് ബിയാണ്. അപ്പോൾ പിന്നെ തക്ലീഫിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അടുക്കൽ തൊലബ് എന്നാണ്. തലബു മാഫി കുൽപ്പത്തുന്ന, ആ തൊലബ് ജാസിമായ തൊലബും പെട്ട് പിന്നെ ജാസിമല്ലാത്ത തൊലബും. മന്ദൂബിലും മക്രൂഹിലൊക്കെ തലബുണ്ടല്ലോ. മന്ദൂബിൽ ഫീലിനെ തൊലബ് ചെയ്യുന്നുണ്ട്, മക്രൂഹിൽ തർക്കിനെ തൊലബ് ചെയ്യുന്നുണ്ട്, ജാസിമല്ലെങ്കിലും. ഏതുപോലെക്കൽ വാജിബ് അൽ ഹറാമി, വാജിബ് ഹറാമ് പോലെ. വാജിബിലും ഹറാമിലും തലബുണ്ട്, അത് ജാസിമാണെങ്കിലും. മന്ദൂബിലും മക്രൂഹിലും തലബുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്താണത്? മുക്കല്ലഫ് ബിയാണ്. വസാദൽ ഉസ്താദു അബു ഇസ്ഹാഖുൽ ഇസ്ഫറായിനി, ഉസ്താദ് അബു ഇസ്ഹാഖുൽ ഇസ്ഫറായിനി റഹിമഹുല്ലാ യാസ്തിയാക്കി അലാ ദാലിക, ഇവയേക്കാൾ അൽ മുബാഹ, മുബാഹിനെ യാസ്തിയാക്കി. അദ്ദേഹം പറയുന്നത് മുബാഹും എന്താണ്? മുക്കല്ലഫ് ബിയാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നഹു മുക്കല്ലഫും ബിഹി, മുബാഹും മുക്കല്ലഫ് ബിയാണ് എന്ന് പറഞ്ഞു. മുബാഹു മുക്കല്ലഫു ബിഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫീലോ തർക്കോ തക്ലീഫ് ഉണ്ടായിരിക്കണം. അതില്ല. ഫീലിൻ്റെ ഭാഗത്തിൽ കൂടി മുബാഹു കൊണ്ട് എന്തില്ല? തക്ലീഫില്ല. പിന്നെ ഏത് ഭാഗത്തിൽ കൂടിയാണ്? മിന്നൈതു വുജൂബ് ഇഅ്തിഖാദി ഇബാഹത്തിഹി, അതിൻ്റെ ഇബാഹത്ത് വിശ്വസിക്കൽ വുജൂബാണെന്ന് നിൽക്ക്. അപ്പോൾ ഇഅ്തിഖാദ് വുജൂബാണ്. അപ്പോൾ ഇഅ്തിഖാദ് കൊണ്ട് തക്ലീഫ് ഉണ്ട് എന്ന് നിൽക്കണം മുക്കല്ലഫ് ബി എന്ന് പറഞ്ഞത്. അതെല്ലാം അങ്ങനെ തന്നെയല്ലേ? അതിന് അദ്ദേഹം പറയുകയാണ് തത്മീമം ലിൽ അഖ്സാമീൻ, അത് ഈ തക്ലീഫിൻ്റെ എല്ലാ ഈ അഹ്കാമിൻ്റെ എല്ലാ കിസ്മുകളെയും പൂർത്തിയാക്കാൻ വേണ്ടിയാണ്, എല്ലാ ഹുക്കുമുകളെയും. ഇപ്പം ഖാളി അബീബക്കർ ബാക്കില്ലാനി റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ വാജിബും ഹറാമും പിന്നെ മന്ദൂബും മക്രൂഹും ഖിലാഫുൽ ഔലിയൊക്കെ ഉൾപ്പെട്ടപ്പോൾ പിന്നെ മുബാഹിനെ മാത്രം ഒഴിവാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനും കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞു? ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. ഇല്ല, അങ്ങനെ തത്മീമുൽ അഖ്സാം അല്ലെങ്കിലോ ഫഗൈറുഹു, മുബാഹല്ലാത്ത മിഥ്ലുഹു, ഈ മുബാഹ് പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഈ മുബാഹിനൊരു പ്രത്യേകത, മുബാഹ് എന്ന് പറഞ്ഞത് എന്തില്ല? അതിൻ്റെ ഫീല് കൊണ്ട് തക്ലീഫില്ല, അതിൻ്റെ ഇഅ്തിഖാദ് കൊണ്ടാണ് തക്ലീഫുള്ളത്. ആ നിലക്കാണെങ്കിൽ എല്ലാം അതിപ്പോൾ മുബാഹിന് എന്തില്ല? ഒരു പ്രത്യേകത ഇല്ലല്ലോ. അപ്പോൾ അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഫീ വുജൂബിൽ ഇഅ്തിഖാദി, ഇഅ്തിഖാദ് വുജൂബാണ് എന്ന വിഷയത്തിൽ ഈ ഹറാമും വാജിബും മക്രൂഹും മന്ദൂബും എല്ലാം മുബാഹ് പോലെ തന്നെയല്ലേ. അപ്പം ആ നിലക്ക് എന്താക്കാൻ പറ്റൂല. ഇവിടെയൊക്കെ ഫീലാണ് തക്ലീഫ് എന്നുള്ള നിലക്കാണെങ്കിൽ മുബാഹിന് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് മുമ്പ് പറഞ്ഞത് എന്ന്. വൽ അസഹു, അസഹുള്ളത്
അന്നൽ മുബാഹ ലൈസ ബി ജിൻസിൽ വാജിബീന, മുബാഹ് വാജിബിൻ്റെ ജിൻസല്ല. മുബാഹ് എന്ന് പറയുന്നത് അത് വാജിബിനെയും വാജിബല്ലാത്തതിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ജിൻസാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതല്ല എന്നാണ് അസഹ്. വഖീല, അസഹിൻ്റെ എതിരുള്ള ഖീല ഇന്നഹു ജിൻസുല്ലഹു, ആ മുബാഹ് വാജിബിൻ്റെ ജിൻസാണ് എന്ന്. ലി അന്നഹുമ, കാരണം വാജിബും മുബാഹും മൗദൂനും ഫീ ഫീലിഹിമാണ്, രണ്ടിൻ്റെയും ഫീലിൽ എന്തായിട്ട് സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പം നിർബന്ധമായ കാര്യത്തെ സംബന്ധിച്ചും എന്ത് പറയാ, മൗദൂനും ഫീ ഫീലിഹി എന്ന് പറയാലോ. എന്നതുപോലെ മുബാഹിനും അങ്ങനെ പറയാം, മൗദൂനും ഫീ ഫീലിഹി. ആ നിർവചനം അനുസരിച്ച് പിന്നെ വാജിബും മുബാഹും ഒക്കെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വാജിബിനെ സംബന്ധിച്ച് മുബാഹ് എന്ന് പറയാം. മുബാഹ്, എല്ലാ മുബാഹും വാജിബ് ആയിക്കൊള്ളുന്നില്ല, എല്ലാ വാജിബും മൗദൂനും ഫീലിഹി എന്ന് പറയാലോ. ഇപ്പം നിർബന്ധമായ ഒരു 100 നിസ്കാരം ഉദാഹരണം, അതിനെ സംബന്ധിച്ച് പറയാലോ. 100 നിസ്കരിക്കുന്നത് നിർബന്ധമാണോ? നിർബന്ധമാണ്. അത് നിസ്കരിക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിന് അത് മൗദൂനും ഫീലിഹിയാണെന്നുള്ള അർത്ഥത്തിന്. വഖ്തസൽ വാജിബു, വാജിബ് പ്രത്യേകമായി ബി ഫസ്ലിൽ മൻഇ മിന തർക്കീൻ, വാജിബിന് മുബാഹിലില്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് അത്? തർക്ക് മംനുവാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. വാജിബ് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ഫസ്ല് കൊണ്ട് പ്രത്യേകമാകുന്നുണ്ട്. അതുകൊണ്ട് മുബാഹിൽ നിന്ന് വേർതിരിയുന്നുണ്ട്. എന്നാലും അതിനെ സംബന്ധിച്ച് എന്ത് പറയാം? മുബാഹിൻ്റെ നിർവചനം മൗദൂനും ഫീഹി എന്ന് പറയാലോ. ആ നിലക്ക് വാജിബിൻ്റെ ജിൻസാണ് മുബാഹ് എന്ന് ഖീല. ഖുൽന, അതിന് നമ്മൾ മറുപടി പറയും. വഖ്തസൽ മുബാഹു അഹീലൻ, മുബാഹിനും പ്രത്യേകത ഉണ്ട്. അഹീലൻ എന്ന് പറഞ്ഞാൽ വാജിബിന് പ്രത്യേകം ഉള്ളതുപോലെ മുബാഹും പ്രത്യേകമായി ബിഫാസിൽ ഇതിനി ഫി തർക്കി അല സവായിൻ, ബിഫസിൽ ഇതിനി സമ്മതമുണ്ട് എന്ന ഫസൽ കൊണ്ട്, ഫി തർക്കി ഉപേക്ഷിക്കുന്നതിലും, അല സവായി തുല്യമായി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഉപേക്ഷിക്കും ചെയ്യാം. അല സവായി എന്ന് പറഞ്ഞത് അത് മന്ദൂബിനെയും മക്രൂഹിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മന്ദൂബും മക്രൂഹും ഒക്കെ എന്തുണ്ട്? അത് തെർക്കിലും ഇതിനുണ്ട്, പക്ഷെ സവായിന് നിൽക്കില്ല. അതായത് മന്ദൂബ് പ്രവർത്തിക്കലാണ്, അതിനാണ് റുജൂഹുള്ളത്, അതിനാണ് മുൻഗണന ഉള്ളത്. മക്രൂഹാണെങ്കിൽ അത് പിന്നെ ഉപേക്ഷിക്കുന്നതിലാണ്, അതിനെ തെർക്ക് ചെയ്യുന്നതിലാണ് റാജിഹ്, അതിനാണ് മുൻഗണന. മുബാഹ് അങ്ങനല്ല. മുബാഹ് ഉപേക്ഷിക്കലും പ്രവർത്തിക്കലും രണ്ടും സമമാണ് എന്നതുപോലെയല്ല വാജിബ്. വാജിബ് പ്രവർത്തിക്കൽ നിർബന്ധമാണ്, തർക്ക് മംനുവാണ്. ഇത് രണ്ടും മൗദൂനാണ്. ഫീൽ മൗദൂനായതുപോലെ തന്നെ തെർക്കിലും മൗദൂനാണ്. അല്ല സവായി, സവാഹിൻ്റെ മേലിൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്. മക്രൂഹ് മന്ദൂബും അങ്ങനെയല്ല. മക്രൂഹ് പിന്നെ ഉപേക്ഷിക്കലാണ് നല്ലത്, മന്ദൂബ് പ്രവർത്തിക്കലാണ് നല്ലത്. സവാ നിലക്കല്ല, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല സവായി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തായി? വാജിബും മുബാഹും രണ്ടും തബായുനായി, രണ്ടിൻ്റെയും പിന്നെ നിർവചനം മുത്തബായിനായി. ഒന്നിൻ്റെ ജിൻസല്ല മറ്റത്. ഫലാ ഖിലാഫ ഫിൽ മഅന, അപ്പം ആശയത്തിലെതിരില്ല. ഇതിൽ മുബാഹു ബിൽ മഅനൽ അവ്വലി, ആദ്യം പറഞ്ഞു മുബാഹ്, ഒന്നാമത്തെ മഅനക്കുള്ള മുബാഹില്ല, മൗദൂനും ഫീ ഫീലിഹി എന്നുള്ള മുബാഹ്. അയ്യൽ മൗദൂനു ഫീഹി എന്നുള്ള ആ മുബാഹ് ജിൻസുലിൽ വാജിബ്, അത് വാജിബിൻ്റെ ജിൻസാണ്. ഇത്തിഫാക്കൻ നിൽക്കുക, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. അപ്പം ആശയത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. അതായത് മുബാഹിന് ഏതർത്ഥമാണോ പറയുന്നത് ആ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇത്തിഫാക്കൻ എന്ത് പറയുന്നു? ഒന്നാമത്തെ അർത്ഥമാണ് പറയുന്നതെങ്കിൽ അത് വാജിബിൻ്റെ ജിൻസാണെന്നുള്ളത് ഖീലക്കും എതിരഭിപ്രായമല്ല. വബിൽ മഅന താനി, രണ്ടാമത്തെ മഅന അനുസരിച്ച്, രണ്ടാമത്തെ മഅന എന്ന് പറഞ്ഞാൽ പിന്നെ മുബാഹ് തെർക്കും അത് ഉപേക്ഷിക്കാനും എന്തുണ്ട്? അനുവാദമുണ്ട്. അലസവായി എന്ന് പറഞ്ഞില്ലേ. അയ്യൽ മുഖയ്യറു ഫീഹീൻ, അതിൽ ഖിയാർ നൽകപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ പ്രവർത്തിക്കും ചെയ്യാം, ഉപേക്ഷിക്കും ചെയ്യാം. അങ്ങനെ ഖിയാർ നൽകപ്പെട്ടത് എന്ന മഅന. വഹുവൽ മഷ്ഹൂർ, ആ മഅനയാണ് മുബാഹിൻ്റെ മഷ്ഹൂറായ മഅന.
അത് മഷ്ഹൂറായത് കൊണ്ടാണ് അസഹി എന്ന് ഇബാറത്തിടാൻ കാരണം. അല്ലാതെ ഇങ്ങനെ മയനയിൽ പിന്നെ ഖിലാഫില്ലെങ്കിൽ പിന്നെ എന്തിനാ അസഹി എന്ന് പറഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഷാരി റഹ്മു എന്ന് പറഞ്ഞു പോൽ മഷ്ഹൂറു, ഈ രണ്ടാമത്തെ മയനയാണ് മഷ്ഹൂർ. ആ രണ്ടാമത്തെ മയന അനുസരിച്ചുള്ള മുബാഹ് ഗൈറു ജിൻസിൻ ലഹു, അത് എന്തല്ല വാജിബിൻ്റെ ജിൻസു അല്ല ഇത്തിഫാക്കൻ, അത് വാജിബിൻ്റെ ജിൻസാണെന്ന് ആരും പറയുന്നില്ല. അപ്പം ഇവിടെ എന്തില്ല, ആശയത്തിൽ വ്യത്യാസമല്ല എന്ന്. അപ്പം രണ്ടാൾ പറഞ്ഞത് ഒന്ന് തന്നെയാണ് എന്നർത്ഥം. അപ്പം രണ്ട് പറയുന്നതും മുബാഹ് പിന്നെ വാജിബിൻ്റെ ജിൻസാണ് എന്ന് പറയുന്ന മുബാഹും വാജിബിൻ്റെ ജിൻസ് അല്ല എന്ന് പറയുന്ന മുബാഹും, അത് രണ്ട് മുബാഹാണ്. രണ്ടും ഒരു മുബാഹാവുമ്പോഴല്ലേ അവിടെ ഇഖ്തിലാഫ് എന്ന് പറയേണ്ടതുള്ളൂ എന്ന്. വ അന്നഹു ഗൈറു മൗമൂരിൻ ബിഹി മിൻ ഹൈതു ഹുവ. വ അന്നഹു നേരത്തെ പറഞ്ഞ അസഹന്നെ, ആ മുബാഹ് വൽ അസഹു അന്നഹു അയ്യൽ മുബാഹ, നിശ്ചയം മുബാഹ് ഗൈറു മൗമൂരിൻ ബിഹി, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മിൻ ഹൈതു ഹുവ, അതിൻ്റെ ദാത്തിൻ്റെ ഭാഗത്തിൽ കൂടെ. മുബാഹ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാൻ ഒരുപോലെ സമം നൽകപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ എന്തില്ല, പ്രവർത്തിക്കണമെന്നോ അത് പ്രവർത്തിക്കരുതെന്നോ ഒന്നും കൽപ്പനയില്ലല്ലോ. ഫലൈസ, അപ്പോൾ ആ മുബാഹ് എന്തല്ല, ബി വാജിബിമല മന്ദൂബിൻ, വാജിബും അല്ല മന്ദൂബും അല്ല. അപ്പോൾ ഒരു നിലക്കുള്ള അമ്രുമില്ല, വാജിബായ അമ്രുമില്ല, സുന്നത്തായ അമ്രുമില്ല. കാലൽ കഅബിയു, കഅബി എന്നവർ പറഞ്ഞു ഇന്നഹു മഅ്മൂറും ബിഹി, ആ മുബാഹ് മഅ്മൂറും ബിഹിയാണ്, അതുകൊണ്ട് കൽപ്പന ഉണ്ട് എന്നാണ് കഅബി എന്നവർ പറയുന്നത്. മഅ്മൂറും ബിഹി ആണ് എന്ന് പറഞ്ഞാൽ അത് വാജിബോ സുന്നത്തോ മന്ദൂബോ, ഐ വാജിബുൻ, അതായത് വാജിബാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിന് കാരണം ഇത് മാമിൻ മുബാഹിൻ ഇല്ലാ വയതഹഖഖു ബിഹി തർക്കു ഹറാമിൻ, ഇത് മാമിൻ മുബാഹിൻ ഏതൊരു മുബാഹുമില്ല, ഇല്ലാ വയതഹഖഖു ബിഹി അതുകൊണ്ടുണ്ടായിട്ടല്ലാതെ, തർക്കു ഹറാമിൻ ഒരു ഹറാമിന് ഉപേക്ഷിക്കലുണ്ടായിട്ടില്ലാതെ. അപ്പം ഏതൊരു ഹറാമും തർക്കു ഹറാമിമ്മ എന്തെങ്കിലും ഒരു ഹറാമിന് ഉപേക്ഷിക്കലുണ്ടാവും. അപ്പം ഏതൊരു മുബാഹ് ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ടാവും, ഒരു ഹറാമിന് ഉപേക്ഷിക്കലുണ്ടാവും. ഹറാമിന് ഉപേക്ഷിക്കലാണെങ്കിലോ അത് വാജിബുമാണ്, ഹറാമിന് ഉപേക്ഷിക്കൽ വാജിബാണല്ലോ. അപ്പം മുബാഹ് വാജിബാണ് എന്ന് വന്നു. അപ്പം മുബാഹ് അതിൻ്റെ ദാത്തിൻ്റെ ഐതിഹ്യത്തിൽ കൂടെ അല്ലെങ്കിലും, മുബാഹ് മുബാഹായതിന് വേണ്ടി അല്ലെങ്കിലും മറ്റൊരു കാര്യത്തിന് വേണ്ടി അത് വാജിബാണ് എന്നാണ് കഅബി എന്നിവർ പറയുന്നത്. ഫയതഹഖഖു, അപ്പോൾ അതിന് ഉദാഹരണം പറയാം. മുബാഹ് ചെയ്യുന്നിടത്തൊക്കെ ഒരു ഹറാമിന് ഉപേക്ഷിക്കലുണ്ടാവും, ഹറാമിന് ഉപേക്ഷിക്കൽ വാജിബാണ്, അതുകൊണ്ട് മുബാഹിനെ പ്രവർത്തിക്കൽ വാജിബാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിന് ഉദാഹരണം പോലെയാണ് പറയുന്നത്. ഫയതഹഖഖു ബിസ്സുകൂത്തി, അപ്പോൾ സുക്കൂത്ത് കൊണ്ടുണ്ടാകും തെർക്കുൽ കദ്ഫി, കദ്ഫിന് ഉപേക്ഷിക്കലുണ്ടാവും. കദ്ഫ് പറഞ്ഞാൽ വ്യഭിചാരോപണം നടത്തുകയെന്ന് പെഞ്ചലിൽ പറയാന്നൊക്കെ പറയും. അപ്പം ഈ കദ്ഫിനെ ഉപേക്ഷിക്കൽ എന്തുകൊണ്ടുണ്ടാകുക, സുക്കൂത്ത് കൊണ്ടുണ്ടാകുക. അപ്പോൾ സുക്കൂത്ത് എന്ന് പറയുന്നത് മുബാഹാണല്ലോ. അപ്പോൾ മുബാഹു കൊണ്ട് എന്തുണ്ടായി, ഒരു ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടായി. കദ്ഫ് ഹറാമാണ്, അപ്പോൾ അത് പിന്നെ തർക്കുൽ കദ്ഫ് പറഞ്ഞ വാജിബാണ്. വബിസ്സുക്കൂനി, സുക്കൂന് കൊണ്ട്, സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ നാവ് അടക്കി വെക്കുക, സുക്കൂന് എന്ന് പറഞ്ഞാൽ അവയവങ്ങളൊക്കെ അടക്കി നിർത്തുക, ശരീരത്തെ അടക്കി വെക്കുക എന്നർത്ഥം. വബിസ്സുക്കൂനി അടങ്ങി നിൽക്കൽ കൊണ്ടുണ്ടാകും. തർക്കുൽ കത്തലിന് ഉപേക്ഷിക്കലുണ്ടാവും. അപ്പോൾ കത്തല് ഹറാമായത് കൊണ്ട് തർക്കുൽ കത്തല് അത് വാജിബാണ്. അപ്പം ഇവിടെ മുബാഹാണ് സുക്കൂത്തും സുക്കൂനും ഒക്കെ, അതുകൊണ്ട് എന്തുണ്ടാകുന്നു, ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാകുന്നു. വമാ യതഹഖഖു ബിശ്ശൈഇ ലാ യതിമു ഇല്ലാ ബിഹി, എത്തരത്തിൽ വമാ ഒരു കാര്യം, യതഹഖഖു
അതുണ്ടാകും ബിഷൈ ഒരു കാര്യം കൊണ്ട്. ഇപ്പോൾ ഇവിടെ തെർക്കുൽ കദഫ് എന്ന കാര്യം ഉണ്ടാകുന്നത് സുക്കൂത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തെർക്കുൽ ഖത്തിൽ ഉണ്ടാകുന്നത് സുക്കൂന് കൊണ്ടാണ്. അപ്പം ഏതൊരു കാര്യം കൊണ്ടാണോ ഒരു കാര്യം ഉണ്ടാകുന്നത്, ലാ യത്തിമു, ആ കാര്യം പൂർത്തിയാകൂല ഇല്ലാ ബിഹി ആ ഷൈ കൊണ്ടല്ലാതെ. അപ്പോൾ ഇവിടെ പിന്നെ ഈ തെർക്കുൽ ഖത്തിലും തെർക്കുൽ കദഫും ഉണ്ടാകുന്നത് ഈ സുക്കൂത്ത് സുക്കൂന് കൊണ്ടാകുമ്പോൾ ആ സുക്കൂത്ത് സുക്കൂന് കൊണ്ട് എന്ത് പൂർത്തിയാവുകയുള്ളൂ? ഈ തെർക്കുൽ കദഫ് എന്ന് പറയുന്ന വാജിബ് പൂർത്തിയാവുകയുള്ളൂ എന്ന്. തെർക്കുൽ ഹറാം വാജിബുൻ, എത്തരത്തിൽ ഹറാമിനെ ഉപേക്ഷിക്കുക എന്നുള്ള വാജിബാണ്. അപ്പോൾ ഇത് വാജിബാണ്. ഏത്? ഈ തെർക്കുൽ ഖത്തിലും തെർക്കുൽ കദഫും ഒക്കെ വാജിബാണ്. ആ തെർക്കുൽ കദഫും തെർക്കുൽ കദഫും ഒക്കെ ഉണ്ടാവണേ എന്ത് വേണം? ഈ സുക്കൂനും സുക്കൂത്തും വേണം. അപ്പോൾ സുക്കൂനും സുക്കൂത്തും എന്താ വാജിബാണെന്ന് വന്ന്. വമാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി വാജിബുൻ. വമാലാ യത്തിമുൽ വാജിബു, വാജിബ് അതുകൊണ്ട് പൂർത്തിയാകൂല. വമാ ഒരു കാര്യം, ലാ യത്തിമുൽ വാജിബ്, വാജിബ് പൂർത്തിയാകൂല ഇല്ലാ ബിയ ഒന്നുകൊണ്ടല്ലാതെ. വാജിബിൻ, അത് വാജിബാണ്. വാജിബ് ഏതൊന്നുകൊണ്ട് അല്ലാതെ പൂർത്തിയാകൂല എങ്കിൽ ആ കാര്യവും വാജിബാണ് എന്ന്. കമാസയത്തി, ഈ കായിദ മത്തിനിൽ തന്നെ വരുന്നുണ്ട്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബി വാജിബുൻ. അതിപ്പോൾ കുബറയായി പിടിക്കുക. അപ്പം മുബാഹ് ലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി എന്ന് പറയാം. മുബാഹ് എന്നുള്ളത് അതുകൊണ്ടല്ലാതെ വാജിബ് പൂർത്തിയാകൂല. പിന്നെ വാജിബ് പൂർത്തിയാവാത്ത ഏതൊരു കാര്യവും വാജിബാണ്. ആ മുബാഹു കൊണ്ട് അപ്പോൾ ഫൽ മുബാഹു വാജിബ് എന്നായി. അപ്പം മുബാഹ് വാജിബാണ്. ഇതാണിപ്പോൾ കഅബി എന്നവരുടെ ദലീൽ, ഈ മുബാഹ് വാജിബാണ് എന്നുള്ളതിന്. ഇവിടെ മുബാഹ് വാജിബാണ് എന്നതിന് കഅബി പറഞ്ഞത് രണ്ട് മുഖദ്ദിമയാണ്. ഒന്ന്, ഏതൊരു മുബാഹും അതുണ്ടാവൽ ഹറാമിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണെന്ന്. മുബാഹ് കൊണ്ട് ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞത്. ഏതൊരു മുബാഹ് ചെയ്യുമ്പോഴും ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാവും. ഹറാമിനെ ഉപേക്ഷിക്കൽ വാജിബാണ്, അതുകൊണ്ട് പിന്നെ മുബാഹും വാജിബാണ് എന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മുബാഹു പ്രവർത്തിച്ചാലും അവിടെ ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാകും എന്നുള്ള ആ കുല്ലിയില്ലേ, അത് നമ്മൾ സമ്മതിക്കൂല എന്ന് പറയും. ഏതൊരു മുബാഹു കൊണ്ടും ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഹറാമിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് വാജിബാ എന്നും പറഞ്ഞല്ലോ, ഹറാമിനെ ഉപേക്ഷിക്കൽ വാജിബാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തെർക്കുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഫുൽ ഹറാം. ആദമുൽ ഹറാമും തെർക്കുൽ ഹറാമും ഇത് വ്യത്യാസമുണ്ട്. തെർക്കുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹറാമിന് താല്പര്യം ഉണ്ടായിക്കൊണ്ട് അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ തെർക്ക് എന്നുള്ള ഫീലാണ്. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടായിരിക്കെ മനസ്സിനെ പിടിച്ചു വെക്കുന്നതിനാണ്, അല്ലെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിനാണ് തെർക്കുൽ ഹറാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്തില്ല, അയാൾ ഒന്നും സംസാരിക്കുന്നില്ല, അയാൾക്ക് കദ്ഫ് പറയാൻ ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഖത്ലിന് താല്പര്യമില്ലാതെ അയാൾ സാക്കിനായി നിൽക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റില്ല? വാജിബ് എന്ന് പറയാൻ പറ്റില്ല, തെർക്കുൽ ഹറാമെന്ന് പറയാൻ പറ്റില്ല, ആദമുൽ ഹറാം ഉണ്ട് എന്ന് പറയാം. ആ നിലക്ക് താല്പര്യമില്ലാതെ ഉപേക്ഷിച്ചാൽ അതിന് പിന്നെ സവാബ് ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. അതിനെ സംബന്ധിച്ച് വാജിബ് എന്ന് പറയില്ല എന്നൊക്കെ ശേഷം പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ മുഖദ്ദിമ സൂറ, ഏതൊരു മുബാഹും അതിനാൽ തർക്കുൽ ഹറാം ഉണ്ടായിരിക്കും എന്നുള്ള സൂറ, അത് സമ്മതിക്കാൻ സാധിക്കുകയില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ മുഖദ്ദിമ മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബി വാജിബ് എന്നുള്ള, അതിവിടെ പറയുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ. ഈ ഹറാമിനെ ഉപേക്ഷിക്കുക എന്നത് വരും, ഫി ഗൈരിഹി മുബാഹല്ലാത്തതിലും വരും, കൽ മക്രൂഹി മക്രൂഹ് പോലെ. അപ്പം ഹറാമിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് മുബാഹ് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുക,
അത് ചിലപ്പോൾ വാജിബ് കൊണ്ടുണ്ടാവും, അല്ലെ സുന്നത്ത് കൊണ്ടുണ്ടാവും, ചിലപ്പോൾ മക്രൂഹ് കൊണ്ട്, ചിലപ്പോൾ ഗൗരവം കുറഞ്ഞ ഹറാം കൊണ്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ കദ്ഫ് എന്ന് പറഞ്ഞ ഒരു ഗൗരവമുള്ള ഹറാമാണ് കദ്ഫ്. ആ കദ്ഫ് എന്നുള്ളത് ചിലപ്പം അതിന്ന് ഒഴിവാവല്, ആ ഹറാമിനെ ഉപേക്ഷിക്കൽ ചിലപ്പോൾ കദിബ് കൊണ്ടുണ്ടാവും. അത്ര വലിയ ഉപദ്രവകരമല്ലാത്ത കളവ് പറയുക, അത് കദ്ഫിൻ്റെ അത്ര ഗൗരവമല്ലല്ലോ. അപ്പോൾ ഗൗരവം കുറഞ്ഞ ഹറാമ് കൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാവും. ചിലപ്പോൾ വാജിബായ കാര്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഹലാൽ കൊണ്ടും ഉണ്ടാവും, മക്രൂഹ് കൊണ്ടും ഉണ്ടാവും. അപ്പോൾ ഏതൊരു ഹറാമിനെ ഉപേക്ഷിക്കലും അത് ഹലാൽ കൊണ്ടാണ് ഉണ്ടാവുക, അല്ല മുബാഹ് കൊണ്ടാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. മക്രൂഹ് കാരണം മുബാഹല്ലല്ലോ. അപ്പം മുബാഹ് അല്ലാത്തത് കൊണ്ടും ഉണ്ടാകും. അപ്പം കഅബി എന്ന് പറയുന്നത് ഒരു മുഅ്തസിലി പണ്ഡിതനാണ്. അപ്പം കഅബി പറഞ്ഞത് പിന്നെ ഏതൊരു മുബാഹും അത് ഹറാമിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണ് ഉണ്ടാകുക എന്നാണ്. ഏതൊരു മുബാഹും ഹറാമിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണ് ഉണ്ടാവുക, അത് ഹറാമിനെ ഉപേക്ഷിക്കൽ വാജിബാണ്. അപ്പോൾ ഏതൊരു മുബാഹ് ചെയ്യുമ്പോഴും അവിടെ വാജിബ് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഹറാമിനെ തർക്കുൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് ഹറാമിലേക്ക് താല്പര്യമുണ്ടായിക്കൊണ്ട് ഉപേക്ഷിക്കണം, അപ്പോഴേ അത് വാജിബാകുക. ഇപ്പോൾ താല്പര്യമില്ലാതെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് വാജിബ് എന്ന് പറയില്ല. അപ്പം ഏതൊരു മുബാഹ് ഉപേക്ഷിക്കുമ്പോഴും അവിടെ വാജിബ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലോ നമ്മൾ. എന്നതുപോലെ തന്നെ ഈ ഹറാമിനെ ഉപേക്ഷിക്കുന്നിടത്തൊക്കെ എന്തുണ്ടായിക്കൊള്ളുന്നില്ല, മുബാഹ് ഉണ്ടായിക്കൊള്ളുന്നില്ല. മുബാഹ് കൊണ്ട് മാത്രമാണ് ഹറാമിനെ ഉപേക്ഷിക്കുക എന്നതും വന്നോളണം എന്നില്ല. മുബാഹ് അല്ലാത്ത കറാഹത്ത്, സുന്നത്ത്, വാജിബ് എന്നതുകൊണ്ടൊക്കെ ഹറാമിനെ ഉപേക്ഷിക്കൽ വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു കാര്യം നമുക്ക് സമ്മതിക്കാം, ഏത്? ചില സമയത്ത് പിന്നെ മുബാഹ് കൊണ്ട് എന്തുണ്ടാവും, ഹറാമിനെ ഉപേക്ഷിക്കലുണ്ടാവുന്നത്. എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ സമ്മതിക്കില്ല. മുബാഹ് പ്രവർത്തിക്കുമ്പോഴൊക്കെയും അവിടെ ഹറാമിനെ ഉപേക്ഷിക്കൽ ആ കുല്ലിയത്തെ നമ്മൾ സമ്മതിക്കില്ല എന്ന് മാത്രം. ചില സമയത്ത് മുബാഹ് ചെയ്യുമ്പം അവിടെ ഹറാം ഉപേക്ഷിക്കലുണ്ടാവും എന്നേ പറയാൻ പറ്റുള്ളൂ. വൽ ഖുൽഫു ലഫ്ളിയ്യുൻ, ഇവിടെ പറഞ്ഞ ഖിലാഫ് ലഫ്ളിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരേ കാര്യത്തിലല്ല രണ്ടാളും തർക്കിക്കുന്നത്, രണ്ടും രണ്ട് കാര്യത്തിലാണ്. ഇവിടെ ഗൈറു മഅ്മൂറുൻ ബിഹി എന്ന് പറഞ്ഞാൽ മുബാഹാണെന്ന ഭാഗത്തിൽ കൂടെ, മുബാഹാണെന്ന ഭാഗത്തിൽ കൂടെ അത് ഗൈറു മഅ്മൂറുൻ ബിഹി ആണെന്നാണ് ആദ്യം പറഞ്ഞ അസഹ് പറഞ്ഞത്. എന്നാൽ കഅബി പറയുന്നത് അത് പിന്നെ അതിൻ്റെ ദാത്തിന് വേണ്ടിയല്ല, ദാത്തിന് വേണ്ടി വാജിബാണെന്ന് കഅബി പറയുന്നില്ല. കഅബി പറയുന്നത് ആരിമിന് വേണ്ടി, അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി വാജിബാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ റാജിഉൻ ലഫ്ളി, ഈ ഖിലാഫ് ലഫ്ളിലേക്ക് മടങ്ങുന്നതാണ്. ദൂനൽ മഅന, ആശയപരമായിട്ട് ഇവിടെ സംഘട്ടനമില്ല. ഫൈനൽ കഅബിയ, കാരണം കഅബി എന്നവർ കത് സറഹ, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ബിമാ ഒന്നുകൊണ്ട്. എങ്ങനത്തെ ഒന്ന്? യൂഹദു, ആ ഒന്നിനെ പിടിക്കപ്പെടും, മിൻ ദലീലിഹി, അദ്ദേഹത്തിൻ്റെ ദലീലിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ദലീലിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഒന്നുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒന്നെന്തിനാൽ മിൻ അന്നഹു ഗൈറു മഅ്മൂറുൻ ബിഹി മിൻ ഹൈസു ദാത്തുഹു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദലീലിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെന്താണ്? മിൻ അന്നഹു, ആ മുബാഹ് ഗൈറു മഅ്മൂറുൻ ബിഹി മിൻ ഹൈസു ദാത്തുഹു, അത് കൽപ്പിക്കപ്പെട്ടതല്ല. മിൻ ഹൈസു ദാത്തുഹു, അതിൻ്റെ ദാത്തിൻ്റെ ഭാഗത്തോട് കൽപ്പിക്കപ്പെട്ടതല്ല, മഅ്മൂറല്ല. അപ്പം ആരിന് വേണ്ടിയിട്ടാണ് അത് മഅ്മൂറായത്, ദാത്തിന് വേണ്ടി മഅ്മൂറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ദലീലിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫലം യുഖാലിഫ്, അപ്പോൾ കഅബി എതിരായിട്ടില്ല, ഗൈറുഹു, കഅബി അല്ലാത്തവരോട്, മിൻ അന്നഹു എതിരായിട്ടില്ല. വമിൻ അന്നഹു മഅ്മൂറുൻ ബിഹി മിൻ ഹൈസു മാ അറള ലഹു മിൻ തഹഖുഖി തർക്കിൽ ഹറാമി ബിഹി വഗൈറുഹു ലാ യുഖാലിഫുഹു. പിന്നെന്തിനാലും വമിൻ അന്നഹു മഅ്മൂറുൻ ബിഹി, ആ മുബാഹ് മഅ്മൂറുൻ ബിഹി ആണ്, മിൻ ഹൈസു മാ, ഒന്നിൻ്റെ ഭാഗത്തിൽ കൂടെ,
എങ്ങനത്തെ ഒന്ന് അറള, അത് ആരിളായിട്ടുണ്ട് ലഹു ആ മുബാഹിന്. ആ മുബാഹിന് ആരിളായ ഒന്നിൻ്റെ ഭാഗത്തിലൂടെ മൗമൂറും ബിഹിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തിനാൽ മിൻ തഹഖുഖി തർക്കിൽ ഹറാമി, തർക്കുൽ ഹറാം ഉണ്ടാവുന്നതിനാൽ, ബിഹി ആ മുബാഹ് കൊണ്ട്. അപ്പം ഈ മുബാഹ് കാരണമായിട്ട് ഒരു തർക്കുൽ ഹറാം വരുന്നുണ്ട് എന്ന നിലക്കാണ് മൗമൂറും ബിഹി ആകുന്നത്, അല്ലാതെ ആത്തിൻ്റെ ഭാഗത്തിൽ കൂടിയല്ല. ഗൈറുഹു, ഈ കഅബി അല്ലാത്തവർ, ലാ യുഖാലിഫു, കഅബിയോട് എതിരാകുന്നില്ല, ബിദാലിക ആ വിഷയത്തിൽ എതിരാകുന്നില്ല. കമാ അശാറ ഇലൈഹിൽ മുസന്നിഫ് അതിലേക്ക് ഇശാറത്താക്കിയതുപോലെ. അപ്പം കഅബിയും മറ്റുള്ളവരും ആശയമായിട്ട് എതിരില്ല എന്നതിലേക്ക് മുസന്നിഫ് ഇശാറത്താക്കിയിട്ടുണ്ട്. ബി ഖൗലി മിൻഹൈതു ഹുവ എന്ന് പറഞ്ഞിട്ടുണ്ട് മുസന്നിഫ് ആദ്യേ. അപ്പോൾ ഇത് ഗൈറു മൗമൂറും ബിഹിയാണ്, മുബാഹ് ഗൈറു മൗമൂറും ബിഹിയാണ്, മിൻഹൈതു ഹുവ ദാത്തിൻ്റെ ഭാഗത്തിൽ കൂടി ഗൈറു മൗമൂറും ബിഹിയാണെന്നാ. അപ്പം കഅബി പറയുന്നത് അത് ആരിളായ ഒരു കാരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തർക്ക് ഹറാം വരുന്നുണ്ട് എന്ന കാരണത്തിന് വേണ്ടിയാണ് അത് മൗമൂറും ബിഹിയാണ് എന്ന് പറയുന്നത് എന്നതിലേക്ക് മുസന്നിഫ് മിന്നൈതു ഹുവ എന്ന് പറഞ്ഞതുകൊണ്ട് ഇശാറത്താക്കിയിട്ടുണ്ട് എന്ന്. വൽ അസഹു, അസഹുള്ളത് അന്നൽ ഇബാഹത്ത ഹുക്കുമുൻ ശറയ്യുൻ, ഇബാഹത്ത് എന്നുള്ളത് ശറയ്യ ഹുക്കുമാണെന്ന്. ഇത് ഹിയ തഖ്യീറു ബൈനൽ ഫീലി വത്തർക്കീൻ, ഇത് ഹിയ ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ ആ തഖ്യീറു ബൈനൽ ഫീലി വത്തർക്കി, അത് ഫീലിൻ്റെയും തർക്കിൻ്റെ ഇടയിലുള്ള തഖ്യീറാണ്, ഇഷ്ടം നൽകലാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യാം, പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം. ആ തഖ്യീർ നൽകുന്ന ആളാരാ? ഷാരിയാണ്. അപ്പോൾ അത് ശറയ്യ ഹുക്കുമാണ്. എങ്ങനത്തെ തഖ്യീർ? അൽ മുതവഖഫു വുജൂദുഹു, അതിൻ്റെ വുജൂദ് നിർത്തപ്പെട്ടിട്ടുണ്ട്, ഗൈരിഹി മറ്റു ഹുക്കുമുകളെപ്പോലെ തന്നെ, മിനൽ ഹുക്കുമി ആ ഗൈറു ഹുക്കുമിനാൽ, ആ മറ്റ് മന്ദൂബ് വുജൂബ് ഹറാമക്കല്ലേ എന്ന ഹുക്കുമുകളെ പോലെ തന്നെ ഈ തഖ്യീറും നിർത്തപ്പെട്ടിട്ടുണ്ട് അല്ല ഷറഇൻ്റെ മേൽ. കമാ തഖദ്ദമ, മേൽ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാ ഹുക്കുമ ഖബല ഷറഇ, ഷറഇൻ്റെ മുമ്പ് ഹുക്കുമില്ല. മുഅ്തസിലത്തിനെതിരായിട്ട് നമ്മൾ പറഞ്ഞത്. മുഅ്തസിലത്ത് പറഞ്ഞത് പിന്നെ ഹുക്കുമ് തീരുമാനിക്കുന്നത് അഖലാണെന്ന, ഷറ അതിനെ ബയാൻ ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല പറഞ്ഞത്. ഹുക്കുമ് ഷാരിയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷറഇൻ്റെ മുമ്പ് ഹുക്കുമില്ല എന്ന. അതല്ല ഇവിടുത്തെ തർക്കം. അത് മുഅ്തസിലത്തും അഹ്ലുസുന്നത്തുമായിട്ടുള്ള തർക്കമാണ്, ഷറഇൻ്റെ മുമ്പ് ഹുക്കുമുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ ഹിബാഹത്തിനെ സംബന്ധിച്ച് മാത്രം അത് മഅ്നുൽ മുഅ്തസിലത്തിനാണ് അതിന് എതിർപ്പുള്ളത്. അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ തഫ്സീറിൽ അത് തഖ്യീറാണെന്നാണ് നമ്മൾ പറയുന്നത്. തഖ്യീർ നൽകേണ്ടത് ഷാരിയാണ്. അപ്പോൾ ഷാരി പറയാതെ അത് പ്രവർത്തിക്കാതിരിക്കാനുള്ള അനുവാദമല്ല എന്ന് നമ്മൾ പറയും. അസഹ എങ്ങനെയാണ് പറയുന്നത്? വഖാല മഅ്നുൽ മുഅ്തസിലത്ത് പറയുന്നു ലാ, അത് ശറയ്യ ഹുക്കുമല്ല, ഇബാഹത്ത് ശറയ്യ ഹുക്കുമല്ല എന്നുള്ള വാദം മഅ്നുൽ മുഅ്തസിലത്തിനേ ഉള്ളൂ. അത് പിന്നെ ശറയ്യ ഹുക്കുമല്ല എന്ന് പറയാൻ കാരണം ഹിയ ആ ഇബാഹത്ത് എന്നുള്ളത് ഇന്തിഫാഉൽ ഹർജി, കുറ്റമില്ലാതിരിക്കുക എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥത്തിലുള്ള തർക്കമാണ്. തഖ്യീറാണോ ഇന്തിഫാഉൽ ഹർജാണോ എന്നുള്ള അതിൻ്റെ തഫ്സീറിലുള്ള തർക്കത്തിൽ നിന്ന് ഉടലെടുത്താണിത്. അനിൽ ഫീലി വത്തർക്കി, അത് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും പ്രവർത്തിക്കാതിരിക്കുന്നതിനെ തൊട്ടും കുറ്റമില്ല എന്നാണ് ഇബാഹത്തിൻ്റെ അർത്ഥം. വഹുവ താബിത്തും ഖബല വുറൂദി ശറഇ, അത് ശറഇ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, അത് ശറഇ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. മുസ്തമിറും ബഅദഹു, ആ ശറഇൻ്റെ ശേഷം നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇബാഹത്തിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ തഫ്സീർ എന്താണ് എന്നുള്ളതിലാണ് തർക്കം. അപ്പോൾ ഈ തർക്കവും ലഫ്ളിയാണെന്ന് അഹ്താർ പറയുന്നുണ്ട്. ഇത് ലഫ്ളിയ തർക്കമാണ്. അത് രണ്ടും തഫ്സീർ പറയുന്നിടത്തുള്ള തർക്കമാണ്. ഇപ്പം നമ്മൾ ഇബാഹത്തിനെ പറ്റി പറഞ്ഞില്ലേ, മുബാഹ് വാജിബിൻ്റെ ജിൻസാണോ അല്ലേ എന്നുള്ളത്, അതുപോലുള്ള തർക്കമാണ് ഇത്. ഇബാഹത്തിൻ്റെ അർത്ഥം പറയുന്നതിനുള്ള തർക്കമാണ്, ആശയപരമായിട്ടുള്ള തർക്കമല്ല. അപ്പം തഖ്യീറാണ് എന്നുള്ളത് മുഅ്തസിലത്ത് നേരത്തെ പറഞ്ഞ തർക്കത്തിൻ്റെ അവിടെ
തഖീറാണ് എന്ന് സമ്മതിച്ചതുകൊണ്ട് തന്നെയാണ് നേരത്തെ അവിടെ മുഅ്തസിലത്ത് വാദിച്ചത്. പക്ഷെ ബഅദുൽ മുഅ്തസിലത്തിന് മാത്രമേ ഈ അർത്ഥത്തിലുള്ള എതിർപ്പുള്ളൂ. ഇൻഷാ അല്ലാഹ് തുടരും. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.